വയനാട്ടിലേത് മനഃപൂർവ്വമായി നടത്തിയ നരഹത്യയാണെന്ന് ജീവന് ഉറപ്പായി കഴിഞ്ഞു. കൃഷ്ണഗിരിയിൽ നടന്ന ചെറിയ വാക്കുതർക്കം, റോഡരികിൽ നിർത്തിയ ലംബോർഗിനി, അതിനുശേഷം നടന്ന ദുരൂഹമായ ആക്രമണം, ഡ്രൈവർ സജിയുടെ മൊഴിയിൽ കണ്ട ആൾ ആരായിരിക്കും? കേൾക്കാം കൊലയാളി ഭാഗം 63. അമീറിൻ്റെ സംസാരത്തിൽ നിന്നും എന്തോ ഒരു സൂചന പോലെ കിട്ടിയതുകൊണ്ട് ജോസ് തന്നെ അമീറിനോട് ചോദിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്താണ് മനസ്സിലായത്? എന്ത് കാരണത്തിനാണ് അവർ ലോറിക്കാരുമായി തർക്കിച്ചത്? വെറുമൊരു സാധാരണ തർക്കമായിരുന്നോ അതോ വഴക്കായിരുന്നോ? ഇക്കായുടെ അടുത്ത് വന്നിട്ട് പോയ ആ ലംബോർഗിനി തന്നെയാണല്ലോ അതെന്ന് തോന്നിയപ്പോഴേക്കും എൻ്റെ വണ്ടി അവരെ കടന്നിരുന്നു. ഇറക്കമായതുകൊണ്ട് നല്ല വേഗതയിലായിരുന്നു ഞാനും. വണ്ടി അതാണെന്ന് ഉറപ്പുവരുത്തിയപ്പോൾ ഉടനെ തന്നെ ഞാൻ സൈഡാക്കി. എന്താണ് സംഭവം എന്നറിയാൻ ഞാൻ ഗ്ലാസ്സിലൂടെ പിന്നിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അമീർ എന്തോ ഓർമ്മിക്കുന്നത് പോലെയുള്ള ഭാവത്തിൽ തുടർന്നു, അവിടെ കാര്യമായ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ അവിടെ അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ തിരിച്ചു വന്ന് വണ്ടിയിൽ കയറി സ്റ്റാർട്ടാക്കി പോവുകയും ചെയ്തു. റോഡിലൂടെ ഓടുന്ന വാഹനങ്ങളല്ലേ, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. ലോറിക്കാരുടെ ഭാഗത്തു നിന്നും സൈഡ് കൊടുക്കാത്തതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ആയിരിക്കാം കാരണം. എന്താണെങ്കിലും അവിടെ നിർത്തി എന്ന് മാത്രം അറിയാം. പക്ഷേ നിർത്തിയ സ്ഥലം കൃത്യമായി തന്നെ ചോദിച്ചറിയണമെന്ന് ജോസിന് തോന്നിയതുകൊണ്ട് അമീറിനോട് വീണ്ടും ചോദിച്ചു, കൃഷ്ണഗിരിയിൽ എവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലം? പനമരം റോഡ് തിരിയുന്ന ജംഗ്ഷനിലാണോ അതോ ഇറക്കത്തിലാണോ? അത് കഴിഞ്ഞുള്ള വളവിലോ? വളവിലാണെങ്കിൽ അപ്രതീക്ഷിതമായി റോഡിലേക്കെടുത്ത വണ്ടി എങ്ങാനും ആയിരിക്കും. അതിനടുത്ത് തന്നെയല്ലേ ലോഡ് തട്ടിയിട്ട് വീണ്ടും കയറ്റുന്ന ആ സ്ഥലം? അത് തന്നെ, മരം ഷട്ടിലടിച്ചു കൊണ്ടുവന്ന് ഇറക്കിയിട്ട് വലിയ വണ്ടി കയറ്റി പോകുന്ന സ്ഥലമില്ലേ? അത് സാറിനറിയാമല്ലോ. അതിനടുത്ത് നിന്ന് തന്നെ. അവർ തമ്മിലുള്ള തർക്കം തീർന്നിട്ടായിരിക്കണം ലംബോർഗിനി മുന്നോട്ട് പോയത്. അതിനെ അത്ര കാര്യമായി കണക്കാക്കാനില്ല. ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടത് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ നിന്നും പോയവരല്ലേ അപകടത്തിൽപ്പെട്ടു എന്ന് പറയുന്നത് കേട്ടത്. അത് കേട്ടപ്പോൾ ഈ സംഭവം ഓർമ്മയിൽ വന്നതാ. അതിനെപ്പറ്റിയായിരുന്നു എന്തെങ്കിലും നേരിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നതെങ്കിൽ അത് കൂടുതൽ ഗുണകരമാകുമായിരുന്നു. ലഭിച്ച വിവരത്തിന് സജിത്തിൻ്റെ കൊലയുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? ഇവിടെ ഇത്രയും സമയം പരിശോധിച്ചിട്ടും CCTVയുടെ ശ്രദ്ധയിൽപ്പെടാതെ വാഹനത്തിൽ കയറാൻ ഒരു വഴിയുമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിലേ വന്നാലും CCTVയിൽ കാണും. CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ നോക്കിയപ്പോൾ വാഹനം നിർത്തിയത് മുതൽ പുറപ്പെടുന്നത് വരെയുള്ള ചിത്രങ്ങളെല്ലാം കാണുകയും ചെയ്തു. സംശയകരമായി ആരും വാഹനത്തിനടുത്തേക്ക് വരുന്നത് കണ്ടതുപോലുമില്ല. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് അവിടെ നിന്നും വാഹനത്തിനുള്ളിൽ കയറാൻ കഴിയില്ല. അങ്ങനെ കയറണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാർഗമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർ ബാംഗ്ലൂർ മുതൽ തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരാകണം. അങ്ങനെയാണെങ്കിൽ ബത്തേരിയിൽ നിർത്തിയപ്പോൾ എങ്കിലും സജിയോ സജിത്ത് ശങ്കറോ അവരുടെ സാന്നിധ്യം മനസ്സിലാക്കേണ്ടതാണ്. എപ്പോഴെങ്കിലും വണ്ടിക്കുള്ളിൽ നോക്കാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് അവർ അവിടെ നിന്ന് മുതൽ തന്നെ വാഹനത്തിലുണ്ടായിരുന്നില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരാം. അപ്പോൾ പിന്നെ
അവർ കയറിയത് മറ്റെവിടെ നിന്നെങ്കിലും ആകണം. അതിനുള്ള സാധ്യത കൃഷ്ണഗിരിയിൽ നിന്ന് തന്നെ ആകാം. തർക്കത്തിനിടയിൽ വണ്ടിയിൽ കയറാൻ കഴിയില്ലേ? അത് ആ ലോറിക്കാർ മനഃപൂർവ്വം സഹായം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തടസ്സമാണെങ്കിലോ? അങ്ങനെ ഒരു വാക്കുതർക്കമാണ് അവിടെ ഉണ്ടായതെങ്കിലോ? എന്താണെങ്കിലും സജിത്ത് ശങ്കർ വെറുതെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവനല്ല, അതും മറ്റൊരു സ്ഥലത്ത് വെച്ച്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം യഥാർത്ഥത്തിലുള്ളതാണോ അല്ലയോ എന്നറിയാൻ ഇപ്പോൾ ഒരു മാർഗവുമില്ല. ലോറിയുടെ നമ്പർ കിട്ടിയാൽ പിന്നെയും സാധ്യതയുണ്ട്. അത് അമീറിനറിയാമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു കച്ചിത്തുരുമ്പായേക്കും. ജോസ് മാത്യു ലോറിയുടെ നമ്പർ ചോദിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും വാഹനത്തിൻ്റെ നമ്പർ ശ്രദ്ധിക്കുന്ന സ്വഭാവം പലർക്കും ഇല്ല. അതിലെ ഡ്രൈവറെ ശ്രദ്ധിച്ചിരിക്കാം, യാത്രക്കാരെ ആരെയെങ്കിലും ശ്രദ്ധിച്ചു എന്നും വരാം. ലോറിയിലായതുകൊണ്ട് അധികം ആളുകൾ ഉണ്ടാവുകയുമില്ലല്ലോ. ഫുള്ളോടായ വണ്ടിയാണോ അതോ കാലിവണ്ടിയാണോ? കാലിവണ്ടിയാണെന്നേ. അതുകൊണ്ട് അത് കടന്നുപോയത് നല്ല വേഗതയിലായിരുന്നു. ഡ്രൈവർ ആരെന്ന് നോക്കാൻ പോലും പറ്റിയില്ല. മിക്കവാറും ഞാനറിയുന്ന ആളായിരിക്കും. അങ്ങനെയാണോ എന്നാ നോക്കിയത്? കാണാൻ കഴിഞ്ഞിട്ട് വേണ്ടേ? അതുവഴി തന്നെയാണല്ലോ ജീവനും സംഘത്തിനും തിരിച്ചു വരേണ്ടത്. വരുന്ന വഴിയിൽ അവിടെ കയറി ഒന്ന് പരിശോധിച്ചേക്കാം എന്ന് അവർ തീരുമാനിച്ചു. ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു മൊഴി കിട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യം ലൊക്കേഷൻ അമീറിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ജോസ് അമീറിനെ വിട്ടത്. മൊഴി കിട്ടിയില്ലെങ്കിൽ തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കുറേ പേർക്ക് തർക്കം നടക്കുന്നതിനിടയിൽ വാഹനത്തിനുള്ളിൽ കയറാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ നിഗമനം ഉറപ്പിക്കുകയും ചെയ്യാൻ കഴിയും. ഉറപ്പിച്ചാൽ തന്നെ സ്ഥലം അതായതുകൊണ്ട് ആരും അവിടെ കാണാൻ സാധ്യതയില്ല. തീരെ പ്രതീക്ഷയോടെ അല്ലായിരുന്നു എങ്കിലും മരം അൺലോഡ് ചെയ്യുന്ന സ്ഥലത്ത് അവർ വണ്ടി നിർത്തി. പരിസരമൊക്കെ വീക്ഷിച്ചു. രണ്ട് വശവും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന കാപ്പിച്ചെടികളാണ്. അതിനിടയിൽ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന സിൽവർ ഓക്ക് മരങ്ങളും അതിനെ പൊതിഞ്ഞു നിൽക്കുന്ന വയനാടൻ കുരുമുളക് കൊടികളും. ആകെക്കൂടെ ഒന്നാന്തരം ഒരു വനത്തിൻ്റെ അന്തരീക്ഷമാണ്. അവിടെ ആർക്ക് വേണമെങ്കിലും അതിനിടയിൽ ഒളിച്ചിരിക്കാം. മറഞ്ഞു തന്നെ റോഡിലേക്ക് ഇറങ്ങുകയും ചെയ്യാം. അടുത്തെങ്ങും വീടുകളില്ലാത്തതുകൊണ്ട് സ്ഥിരമായി ആരും അവിടെയില്ല. വഴിപോക്കർ ആരെങ്കിലും ശ്രദ്ധിച്ചാലല്ലാതെ ആരാലും ശ്രദ്ധിക്കപ്പെടുകയുമില്ല. അവർ ശ്രദ്ധിച്ചാലും പോലീസിന് കാര്യവുമില്ല. ലംബോർഗിനി അവിടേക്ക് വരുന്നതും റോഡിൻ്റെ വശത്തു നിന്നും ഒരു ലോറി വഴി തടസ്സപ്പെടുത്താൻ എന്നവണ്ണം പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുന്നതും അവർ സങ്കൽപ്പിച്ചു. വേഗത്തിൽ ഇറക്കം ഇറങ്ങി വന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നത് തന്നെ ഡ്രൈവർക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. കാറിലെ യാത്രക്കാർ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നതുമായ രംഗങ്ങൾ അവർക്ക് ഭാവനയിൽ കാണാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ നടന്നതും ഭാവനയും ഒന്നു തന്നെ ആയിരിക്കണമെന്നില്ല എന്ന് മാത്രമല്ല, മിക്കവാറും വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും. സാങ്കല്പികമായി രംഗങ്ങൾ ചിത്രീകരിക്കാമെന്നല്ലാതെ കൃത്യമായ വിവരങ്ങൾ അറിയണമെങ്കിൽ സജിക്ക് ബോധം തെളിയണം. അതിനുവേണ്ടി വേണമെങ്കിൽ കാത്തിരിക്കണം. ഇപ്പോൾ സജിയുടെ മൊഴി വളരെ പ്രധാനമാണ്. സജി അപകടനില തരണം ചെയ്തതായി ആശുപത്രിയിൽ നിന്നും വിവരം കിട്ടിയിട്ട് അധികം സമയമായില്ല. ആ വിവരം കിട്ടിയത് തന്നെ വളരെ സമാധാനം. അയാളോട് സംസാരിക്കാവുന്ന അവസ്ഥയിലെത്തിയെങ്കിൽ എത്രയും വേഗം വിവരങ്ങൾ ചോദിച്ചറിയണം.
ആരോഗ്യസ്ഥിതിയെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ കാര്യമായ പുരോഗതി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2-3 മണിക്കൂറുകൾക്കുള്ളിൽ സംസാരിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നാണ് ജീവന് വിവരം കിട്ടിയത്. അപ്പോൾ പിന്നെ ആ സമയമാകുമ്പോഴേക്കും അവിടെ എത്തിയാൽ സജിയോട് വിവരങ്ങൾ ആരായാമല്ലോ. ലഭിക്കുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്ന കാര്യം തീർച്ചയാണ്. കൽപ്പറ്റയിലെ ലിയോ ആശുപത്രിയിൽ ജീവനും സംഘവും എത്തുമ്പോഴേക്കും സജിക്ക് ബോധം തെളിഞ്ഞ സന്തോഷകരമായ വിവരമാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ സംസാരിക്കുന്നതിന് തടസ്സമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു അവസരമായി അവർ അതിനെ കണ്ടു. ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് നടക്കില്ലെങ്കിലും മറ്റ് ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കും. അവരിൽ നിന്നും ജീവനും മഹേന്ദ്രനും മാത്രം അകത്തേക്ക് കയറി. 2 പേർ അകത്ത് കയറിയാൽ മതി എന്ന് ആശുപത്രിയിൽ നിന്നും പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് അവർ 2 പേരും അകത്തേക്ക് ചെന്നത്. സജിക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവരെ നേരത്തെ പരിചയവുമില്ലല്ലോ. പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ സജിക്ക് നേരിയ ഭയമുണ്ടായോ എന്ന് സംശയം. എന്നാലും അയാൾ വിളറിയ ഒരു ചിരി ചിരിച്ചു. സജിക്ക് ഇപ്പോൾ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് കാത്തു നിൽക്കാതെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഇങ്ങോട്ട് വന്നത്. അതിനും ഒരു ചെറിയ ചിരി മാത്രം മറുപടി കിട്ടി. നല്ല വേദനയുണ്ടെന്ന് അയാളുടെ ഭാവങ്ങൾ വ്യക്തമാക്കി. എത്ര വേദനയുണ്ടെങ്കിലും ചിരിക്കാൻ കഴിയുന്ന ചിലരുണ്ട്. അത്തരം ഒരാളാണ് സജി എന്ന് തോന്നുന്നു. ചിലപ്പോൾ ധാരാളം വേദനകൾ ഇതിനു മുൻപ് അനുഭവിച്ചിൻ്റേതുമാകാം. വേദനകളുടെ കാര്യത്തിൽ മാത്രം മനുഷ്യൻ അങ്ങനെയാണ്. അന്ന് സംഭവിച്ചതെന്താണെന്ന് അധികം വിശദീകരിക്കാതെ ഒന്ന് പറയാൻ കഴിയുമോ? ശ്രമിച്ചു നോക്കൂ. പരമാവധി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കണം. ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അവരത് വിലക്കി. ബത്തേരിയിൽ വന്നതുവരെയുള്ള കാര്യങ്ങൾ ഏകദേശം അവർക്ക് അറിയാമല്ലോ. പിന്നെ വയ്യാതിരിക്കുന്ന ഒരാളെ കൊണ്ട് അത് വീണ്ടും പറയിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ബത്തേരിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതലുള്ള കാര്യങ്ങളാണ് സജിയെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പോൾ സജി പറഞ്ഞ കാര്യം ഏകദേശം ചുരുക്കി മഹേന്ദ്രൻ ഇതേപോലെ രേഖപ്പെടുത്തി. കൽപ്പറ്റ വരെ തടസ്സങ്ങളൊന്നുമില്ലാതെ വാഹനം മുൻപോട്ട് വന്നു. KSRTCയിലേക്ക് തിരിയുന്ന ജംഗ്ഷനും കഴിഞ്ഞ് അവർ വന്ന വണ്ടി കയറ്റം കയറി തുടങ്ങിയിരുന്നു. ഇറക്കം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പിന്നിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് സജി കണ്ണാടിയിലൂടെ നോക്കി. അപ്പോൾ സീറ്റിനിടയിലായി ഒരാളെ കാണാൻ കഴിഞ്ഞു. അതാരായിരിക്കും വണ്ടിക്കുള്ളിൽ താനറിയാതെ ഒരാൾ എന്നാണ് സജി ചിന്തിച്ചത്. അല്പമൊന്ന് ഭയപ്പെടുകയും ചെയ്തു. അതാരായിരിക്കാം? എന്തായിരിക്കാം അവരുടെ ഉദ്ദേശം? നോവലിൻ്റെ 63-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. സജിയുടെ മൊഴി പ്രകാരം വണ്ടിക്കുള്ളിൽ ഒളിഞ്ഞിരുന്ന ആ മനുഷ്യൻ ആരായിരിക്കും? അത് ഒരാളോ ഒന്നിൽ കൂടുതൽ പേരോ? അവർ എപ്പോൾ കാറിൽ കയറി? എന്തായിരിക്കും അവരുടെ ലക്ഷ്യം? അടുത്ത ഭാഗത്തിൽ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു വരും. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കണേ. മറ്റന്നാൾ ഇതേ സമയം അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.